ഏഷ്യയിലെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്ന സഞ്ചാരികളുടെ പറുദീസയായ വാഗമണ്ണിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. വാഗമണ്ണിലെ തങ്ങൾപ്പാറ എന്നറിയപ്പെടുന്ന മഹാനായ ഷേഖ് ഫരീദ് ഔലിയ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കാമിലേക്ക്. അതിമനോഹരമായ കാഴ്ചകൾക്കൊപ്പം ആത്മീയ അനുഭൂതിയും നൽകുന്ന യാത്ര. جئت إليك ذليلا أناجي من لي غيرك ربي يسمع مني شكوى حين محل البلاء جئت إليك റസ VPR യൂട്യൂബ് ചാനലിൻ്റെ 346-ാമത്തെ എപ്പിസോഡ്. അതിമനോഹരമായ വാഗമണ്ണിൻ്റെ അടിവാരത്ത് സ്ഥിതി ചെയ്യുന്ന ഈരാറ്റുപേട്ടയിൽ ഷേഖ് ഫരീദ് ഔലിയ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കാമും സിയാറത്ത് ചെയ്തുകൊണ്ടാണ് നമ്മൾ തണുപ്പും കോടമഞ്ഞും നിറഞ്ഞ അതിമനോഹരമായ ഇടുക്കി കോട്ടയം അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന വാഗമണ്ണിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏഷ്യയിലെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്ന പ്രകൃതി രമണീയമായ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ നിറഞ്ഞ സഞ്ചാരികളുടെ പറുദീസയാണ് വാഗമണ്ണിലെ പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമായ തങ്ങൾപ്പാറ. ഇപ്പോൾ നമ്മൾ അവിടെയാണ് എത്തിയിട്ടുള്ളത്. ഇടുക്കി കോട്ടയം ജില്ലകളുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് വാഗമണ്ണിലെ കോലാഹലമേടിൽ സ്ഥിതി ചെയ്യുന്ന തങ്ങൾപ്പാറ മക്കാം. ആ മക്കാമിലേക്ക് ഉള്ള യാത്രയുടെ കയറ്റം നമ്മൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 2500 അടി ഉയരത്തിലുള്ള ഈ മക്കാമിലേക്ക് 1 കിലോമീറ്ററോളം നമ്മൾ ഇതുപോലെയുള്ള മലകൾ കയറി ഇറങ്ങണം. 3 വലിയ ഇതുപോലെയുള്ള മലകൾ കയറിയിട്ടാണ് നമ്മളതിൻ്റെ മുകളിലേക്ക് എത്തിച്ചേരുക. വളരെ മനോഹരമായി നല്ല രസമുള്ളൊരു യാത്രയാണ് ഈ ഒരു മലകയറ്റം എന്നുള്ളത്. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിച്ച് ഇവിടേക്ക് വരുന്നവർക്കുള്ള റൂട്ട് എറണാകുളം കോട്ടയം ഒക്കെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വാഗമണ്ണിലേക്ക് ഡയറക്റ്റ് ബസ് കിട്ടും. കോട്ടയത്ത് നിന്നാണ് കൂടുതൽ ബസ്സുകൾ ഇവിടേക്ക് ഉള്ളത്. എറണാകുളത്ത് നിന്ന് ബസ്സുകൾ കുറവാണ്. എങ്കിലും എറണാകുളത്ത് ഇറങ്ങുന്ന ആളുകൾക്ക് ഈരാറ്റുപേട്ടയിലേക്ക് എപ്പോഴും ബസ് കിട്ടും. ഈരാറ്റുപേട്ട വന്നാൽ ഇങ്ങോട്ടും എല്ലാ സമയത്തും ബസ് കിട്ടുന്നതാണ്. വാഗമണ്ണ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വീണ്ടും ഒരു 5 കിലോമീറ്ററോളം യാത്രയുണ്ട് കോലാഹലമേട് എന്ന് പറയുന്ന തങ്ങൾപ്പാറ ഉള്ള സ്ഥലത്തേക്ക്. അപ്പോൾ ഒന്നുകിലോ വാഗമണ്ണ് എത്തി അവിടെ നിന്ന് മറ്റൊരു ബസ്സിനോ മറ്റു വണ്ടികൾക്കോ ഇങ്ങോട്ട് എത്തിച്ചേരുക, അല്ലെങ്കിൽ വാഗമണ്ണ് വഴി കട്ടപ്പന ഭാഗത്തേക്കൊക്കെ പോകുന്ന ബസ്സുകളുണ്ടാകും. അതിൽ കയറിയാൽ വാഗമണ്ണ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കോലാഹലമേട് തങ്ങൾപ്പാറ മക്കാമിൻ്റെ അടുത്തായിട്ട് ഇറങ്ങാം. മുകളിലെത്തിയാൽ ബഹുമാനപ്പെട്ട ഷേഖ് ഫരീദ് ഔലിയ മഹാനായ ഫരീദുദ്ദീൻ ഗഞ്ചശക്കർ റളിയല്ലാഹു അൻഹു ഇബാദത്തിലായിരുന്ന സ്ഥലം നമുക്ക് കാണാം. അവിടെ വലിയ ഒരു പാറയുണ്ട്. അതിനാണ് തങ്ങൾപ്പാറ എന്നറിയപ്പെടുന്നത്. ഇന്നും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാറയാണ് ഇതെന്നാണ് പറയപ്പെടുന്നത്. ഈ കയറ്റം ഒരിക്കലും ക്ഷീണം അനുഭവപ്പെടാത്ത, കാരണം നല്ല തണുപ്പ്, കോടമഞ്ഞ്, അത്രമാത്രം സുന്ദരമായ കാലാവസ്ഥ, അടിച്ചു വീശുന്ന ശക്തമായ കാറ്റ്, ഇതൊക്കെ ഇവിടുത്തെ പ്രത്യേകതകളാണ്. ഈ മഴക്കാലത്ത് ഈ ഭാഗത്തേക്ക് വരുന്നത് വളരെ സൂക്ഷിച്ചു വേണം. നല്ല ശക്തമായ കാറ്റുള്ള സമയത്തൊക്കെ ഇവിടേക്കുള്ള ഇതിൻ്റെ മുകളിലൂടെയുള്ള യാത്ര വലിയ അപകടകരമാണ്. മുമ്പൊക്കെ പലരും അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ വന്ന സമയം കുറച്ച് മഞ്ഞ് കുറവുണ്ടെങ്കിലും നല്ല തണുപ്പും നല്ല കാറ്റും ഉണ്ടായിരുന്നു. വാഗമണ്ണിൻ്റെ വളരെ ഭംഗിയാർന്ന കാഴ്ചകൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന്, മൊട്ടക്കുന്നുകളും മറ്റു കാഴ്ചകളൊക്കെ ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്കിങ്ങനെ കാണാൻ കഴിയും. അങ്ങനെ അവസാനം നമ്മളിതാ മക്കാമിൻ്റെ അടുക്കൽ എത്തിയിട്ടുണ്ട്. വലിയ പാറ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഇതാണ് മക്കാമ്, അഥവാ മഹാനായ ഫരീദുദ്ദീൻ ഗഞ്ചശക്കർ റളിയല്ലാഹു അൻഹു ഇബാദത്തിലായി കഴിഞ്ഞു കൂടിയ സ്ഥലം. ബഹുമാനപ്പെട്ടവർ പാകിസ്ഥാനിലെ അജോധനിൽ ജനിക്കുകയും പിന്നീട് ഇന്ത്യയുടെ ഡൽഹിയിലും മഹാനായ ഖാജ തങ്ങളുടെയും ബഖ്തിയാർ കാക്കി ദഹ്ലവി തങ്ങളുടെയൊക്കെ ശിഷ്യത്വം സ്വീകരിക്കുകയും ബഹുമാനപ്പെട്ട നിസാമുദ്ദീൻ ഔലിയ അടക്കമുള്ള ഒരുപാട് ശിഷ്യന്മാർക്ക് ഇൽമ പകർന്നു കൊടുക്കുകയും ചെയ്ത മഹാനാണ്. ബഹുമാനപ്പെട്ടവർ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുകയും അവിടൊക്കെ ഇബാദത്തിലായി വർഷങ്ങളോളം ദിവസങ്ങളോളമൊക്കെ കഴിഞ്ഞുകൂടിയിട്ടുണ്ട്. അതുപോലെ ഇബാദത്തിലായി കഴിഞ്ഞു കൂടിയ സ്ഥലമാണ് തൊട്ട് മുമ്പത്തെ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുത്തിയ ഈരാറ്റുപേട്ട ഫരീദ് ഔലിയ മക്കാമും അതുപോലെ തന്നെ ഈ പ്രദേശമൊക്കെ. ഇനിയും ഒരുപാട് സ്ഥലമുണ്ട്. അതിൽപ്പെട്ട ഒരു സ്ഥലമാണ് കാഞ്ഞിരമുറ്റം ഫരീദ് ഔലിയ മക്കാം. പക്ഷേ അവിടെ ആണ് ബഹുമാനപ്പെട്ടവരുടെ മക്ബറ എന്നാണ് ഒരുപാട് ചരിത്രകാരന്മാർ പറയുന്നതെങ്കിലും ചിലർ പറയുന്നത് ബഹുമാനപ്പെട്ടവരുടെ മക്ബറയുള്ളത് പാകിസ്ഥാനിലെ അജോധനിലെ പാക്പത്തൻ എന്ന് പറയുന്ന സ്ഥലത്താണെന്നാണ്.
എന്നാൽ മറ്റൊരഭിപ്രായം അനുസരിച്ച് കാഞ്ഞിരമുറ്റത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ഫരീദ് ഔലിയ അത് ഫരീദുദ്ദീൻ കഞ്ചശക്കർ തങ്ങളല്ല. ബഹുമാനപ്പെട്ടവർ ഖാജാ തങ്ങളുടെയും ബഖ്തിയാർ തങ്ങളുടെയൊക്കെ ശിഷ്യത്വം സ്വീകരിച്ച് അവർ അജോദിന് തന്നെ മറവിട്ട് കൊടുക്കുന്നു. ഇവിടെയുള്ളത് മഹാനായ ഗൗസുൽ ആലം തങ്ങളുടെ മറ്റൊരു ശിഷ്യനായ ഫരീദുദ്ദീൻ ഖുറാസാനി റളിയല്ലാഹു അൻഹു എന്നിവരാണെന്നും അവർ പൊന്നാനിയിലെത്തി തോട്ടുങ്ങൽ പള്ളി നിർമ്മിക്കുകയും പിന്നീട് കോലാലമേട്ടിലെ തങ്ങൾപ്പാറയിലും ഈരാറ്റുപേട്ടയിലും അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇബാദത്തിലായി കഴിഞ്ഞുകൂടി അവസാനം കാഞ്ഞിരമുറ്റത്ത് അവർ അന്ത്യവിശ്രമം കൊള്ളുന്നു എന്നും പറയപ്പെടുന്നവരുണ്ട്. ഏതായാലും മഹാന്മാരുടെ പാദസ്പർശനമേറ്റ മണ്ണാണ് ഇതെന്നതിൽ സംശയമില്ല. അള്ളാഹു അവരുടെയൊക്കെ മഹത്വം കൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു ഖൈർ നൽകുമാറാകട്ടെ. ആമീൻ.